സ്വർഗത്തിന്റെയും നരകത്തിന്റെയും നടുവിലാണെന്ന് കൂട്ടിക്കൊള്ളി നോക്കി. സ്വർഗത്തിലും അല്ല നരകത്തിലും അല്ല. ഇനി നമുക്ക് സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അമൽ മിസ്കാല ദർറത്തിൻ, അപ്പളെ കറിയൂ വലത്തെ കൈ കൊണ്ട് കൈ പിടിച്ചത് ഇങ്ങോട്ട് തട്ടു, ഒറ്റത്തല്ല, രണ്ടിന്റെ നടുവിലാണ്. ഒരു സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് ജീവിതത്തെ മാറ്റിയെടുക്കാൻ കഴിയും. ഇപ്പോഴൊന്നും ഞാൻ പറയില്ല, മക്കത്തുനിന്ന് ഞാൻ അതൊക്കെ നോക്കും. വെള്ളം കുടിച്ചതും ചോറയിച്ചതും ഒക്കെ നമ്മൾ നടന്ന് നോക്കും. അതിനല്ലേ നമ്മൾ പോരുന്നേ. നിങ്ങൾ ഏത് കൈ കൊണ്ടാണ് ചായ കുടിക്കണത്, വെള്ളം കുടിക്കണത് ഒക്കെ നമ്മൾ നോക്കും. പോയി വരുമ്പോത്തിന് എന്തേലും ഒരു മാറ്റം വേണ്ടേ? ഗുളി കുടിച്ചുമ്പോ നമ്മൾ അധികം ആൾക്കാർ എന്ത് ചെയ്തറിയാം, അടുത്ത കൈയോട് തൊള്ളിക്കിടും, വെള്ളം കുടിച്ചു. അല്ലെങ്കിൽ വലത്തെ കൈ കൊണ്ട് ഗുളിക തൊള്ളിക്കിടും, അടുത്ത കൈ കൊണ്ട് വെള്ളം കുടിച്ചു. അപ്പൊ അതൊക്കെ മാറ്റിയെടുത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ മദീനയിലേക്ക് യാത്ര ഒരുങ്ങ. ഇൻഷാ അല്ലാഹ് ബദർ രണഭൂമി വഴിയാണ് നമ്മൾ പോവുക. മക്കയിൽ നിന്ന് മൈമൂന ബിബി റളിയല്ലാഹു അൻഹയുടെ ഖബർ സന്ദർശിച്ച് നേരെ ബദർ രണഭൂമി പറഞ്ഞാൽ വളരെ യുദ്ധം നടന്ന സ്ഥലം, അവിടെ സന്ദർശിച്ചതിന് ശേഷം അവിടെ നമ്മള് ഹംസത്തുലിയുള്ള ആ പാട്ടൊക്കെ അവിടുന്ന് ഉഷാറായിട്ട് പാടണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബദർ ശുഹദാക്കളെ സന്ദർശിക്കും. മറവിട്ട് കിടക്കുന്ന ബദർ രണാങ്കണ ഭൂമിയിൽ നിന്ന് ബദർ ശുഹദാക്കളിട്ട് പോകും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ജബൽ മലായിക്ക ആണല്ലേ. ജബൽ മലായിക്ക ഇതൊന്നും അധികം ഉംറക്കാരും കാണലില്ല. ജബൽ മലായിക്ക എന്ന് പറഞ്ഞാല് ഈ മലന്റെ ഒരു പ്രത്യേകത, മലക്കിറങ്ങിയ മലയാണത്. മണ്ണും അല്ല മണലും അല്ലാത്തൊരു പ്രത്യേക ഒരു മലയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇൻഷാ അല്ലാഹ് എവിടേക്ക് പോകും? നേരെ മദീനയിലെത്തി, റൂമിലെത്തി, ഒന്ന് കുളിച്ച് ഫ്രഷായി മസ്ജിദ് നബവിയിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അന്ന് തന്നെ സലാം പറയും. സലാം പറഞ്ഞ് രാത്രി ഉറങ്ങി പിറ്റേത്തെ ദിവസം റൗദ ഷരീഫിൽ കയറാനുള്ള പെർമിഷൻ ഉണ്ടാകും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സമയങ്ങളിലായിരിക്കും. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് പിറ്റേന്ന് അന്ന് രാത്രിയിൽ തന്നെ, ചിലപ്പോൾ അന്ന് രാത്രിയിൽ തന്നെ മസ്ജിദ് നബവിയുടെ ചുറ്റുഭാഗത്തുമുള്ള ചരിത്ര സ്ഥലങ്ങൾ, മസ്ജിദ് ഉമർ, മസ്ജിദ് ഒമാമ, മസ്ജിദ് സിദ്ദീഖ്, മസ്ജിദ് അലി, ബനു സായിദ സഖീഫ ഗോത്രക്കാരുടെ തോട്ടം, ബൈറുഹ തോട്ടം, അതുപോലെ തന്നെ മസ്ജിദ് ഇജാബ, മസ്ജിദ് അബൂദർ, മസ്ജിദുൽ ബുഖാരി, അതുപോലെ തന്നെ എന്താണ് പറയാ ജന്നത്തുൽ ബഖി, ഇതൊക്കെ സന്ദർശിച്ചുകൊണ്ട് രാത്രി ആ മക്ക അൽ മുക്കറമ, മദീന അൽ മുനവ്വറ എന്ന് പറയാം, പ്രകാശിക്കുന്ന പട്ടണമാണ്. അപ്പൊ രാത്രി ഇങ്ങനെ നടക്കും. എന്തായിരിക്കും അറിയാം, മദീനയിൽ ചെന്നിട്ട് മദീനയുടെ കാറ്റൊന്നും ഇങ്ങോട്ട് അടിച്ചു. ഏത് ചൂടുകാലത്തും തണുത്ത കാലത്തും മദീനയിലെ മന്ദമാരുതിന് അടിച്ചു വീശുമ്പോ നമ്മുടെ ശരീരം ഒന്ന് പ്രതികരിക്കും. ശ്രദ്ധിക്കണ്ടോ? മദീനയിലെ കാറ്റ് നമ്മുടെ ശരീരത്തെ ഒന്ന് പ്രതികരിക്കും. ഒന്ന് ജലദോഷം പിടിക്കും, ഒന്ന് കൊരക്കലുണ്ടാവും. ഇങ്ങോട്ട് പോരുമ്പോ വിമാനത്തിൽ ആരും മുണ്ടൂല, കൊരക്കന്നെ. എന്താ അപ്പൊ നമുക്ക് വല്ലാത്തൊരു കുറ്റക്കേട് പിടിച്ച പനി പറയാൻ പാടില്ല, വല്ലാത്തൊരു കൊര, അങ്ങനെ പറയരുത്. എവിടുന്ന പ്രതികരിച്ചത്? മദീനത്തിൽ നിന്ന്. എവിടുന്ന രോഗം ഉണ്ടായത്? മദീനത്തിൽ നിന്ന്. എവിടുന്ന വിഷമം വന്നത്? മദീനത്തിൽ പ്രതികരിച്ചതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് പിറ്റേത്തെ ദിവസം മസ്ജിദ് ഖുബ, മസ്ജിദ് ഖിബ്ലത്തൈനി, മസ്ജിദ് ഹംസ റളിയല്ലാഹു അൻഹു, ഉഹദ് രണാങ്കണ ഭൂമിയും ഉഹദ് മലകളും അതുപോലെ തന്നെ ഖന്ദക്കിന്റെ കിടങ്ങും മറ്റും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു തോട്ടത്തിലൂടെ പോയിട്ട് കൊണ്ടുള്ള ഒരു യാത്ര. അത് കഴിഞ്ഞ് മദീനത്തുനിന്ന് നമുക്ക് കാരക്കും മക്കത്തുനിന്ന് സംസം ഒക്കെ വാങ്ങി നേരെ നമ്മൾ എന്ത് ചെയ്യണം? റൗദ ഷരീഫിൽ നമ്മൾ പോകും. റൗദയിലെ ഓരോ തൂണുകൾക്കും പ്രത്യേക ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് മദീനയിലേക്ക് പോകുമ്പോ പറയും. സലാം പറയുന്ന സ്ഥലം അത് ഉടനെ ഫസ്റ്റ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ ഷരീഫ് ഇതിന്റെ ഉള്ളിലാണ്. ഇവിടെ സിദ്ദീഖ് തങ്ങളെ ഖബർ ഷരീഫാണ്. ഇവിടെ ഉമർ റളിയല്ലാഹുവിന്റെ ഖബർ ഷരീഫാണ്. ഇതിന്റെ അപ്പുറത്തൊരു സ്ഥലം, ഒരു ഖബറുള്ള സ്ഥലം ഒഴിഞ്ഞിടക്കുന്നുണ്ട്. അതാർക്കുള്ളതാ? ഈസാ നബി അലൈഹി ഇസ്ലാമിന് കിടക്കാനുള്ള സ്ഥലം. ഇവിടെ നോക്കാം നിങ്ങൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 സ്ഥലത്തൊരു സലാത്ത് ചെയ്ത് വെച്ചിരുന്നു. അത് ശ്രദ്ധിച്ചേ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖ്ഖുൽ മുബീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദുൽ അമീൻ. ആർക്കെങ്കിലും അറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഏറ്റവും നല്ലതാണ് ഈ സലാത്ത്. നിങ്ങൾ എന്ത് ചെയ്യണം? പറ്റുമെങ്കിൽ
ഇതൊന്ന് പതിവാക്കണം. ലാ ഇലാഹ, ഇത് റൗള ശരീഫിന്റെ ഇവിടെ എത്തിച്ചിക്കണേ. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സാദിഖുൽ വഅദുൽ അമീൻ. സദാ ഗ്രൂപ്പിൽ എഴുതി വിടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പതിവാക്കിക്കൊണ്ടി ഇൻഷാ അല്ലാഹ്. അങ്ങനെയൊക്കെ സലാം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റു സിയാറത്തുകൾ ജന്നത്തുൽ ബഖീയും മറ്റു സിയാറത്തുകളൊക്കെ നടത്തി ഒരുപാട് ചരിത്ര സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് മദീനയോട് നമ്മൾ യാത്ര പറയും ഇൻഷാ അല്ലാഹ്. കണ്ണീരോടുകൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തുനിന്ന് ഖൽബ് മദീനത്തിൽ വെച്ച് ശരീരം കൊണ്ടൊരു യാത്ര. മനസ്സിലായോ? പോരുമ്പോ ഖൽബ് എവിടെ വെക്കുക? മദീനത്ത് വെക്കുക. ഇങ്ങോട്ട് ജസദ് കൊണ്ട് ഇങ്ങോട്ട് പോരാ, തടിയോട് കൂടി പോരാ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ യാത്ര പറഞ്ഞ് മക്കയിൽ നിന്ന് സംസമും മദീനയിൽ നിന്ന് കാരക്കയും വാങ്ങി നേരെ ജിദ്ദ എയർപോർട്ടിലേക്ക് 11-ാം തീയതി പുലർച്ചെ 2 മണിക്ക് മദീനയിൽ നിന്ന് പുറപ്പെട്ട് 8:30 മണിയാകുമ്പോഴേക്ക് ജിദ്ദ എയർപോർട്ടിലെത്തി. 9 മണിയാകുമ്പോൾ നമ്മൾ സംസം ഒക്കെ കളക്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറി ഉച്ചക്ക് 1:30 നമ്മൾ എന്ത് ചെയ്യും, വിമാനം അവിടുന്ന് ഉയരും. രാത്രി 9:40 നമ്മൾ കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തും. അവിടുന്ന് വീട്ടിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള വാഹനം ആളുകൾ വരണം. അങ്ങോട്ട് പോകാൻ ഇവിടുന്ന് ബസ് ഉണ്ടാകും, ഇങ്ങോട്ട് പോരാൻ വാഹനം ഉണ്ടാകില്ല. ഇവിടുന്ന് പോകുന്ന ആൾക്കാർക്ക് അതിനിപ്പോ തന്നെ പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ നിങ്ങളെ കൊടുന്നാൽ പോരല്ലോ, നിങ്ങളെ ലഗേജും ഉണ്ടാവില്ലേ, അപ്പൊ അത് കഴിയൂല. അപ്പൊ അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ഇവിടെ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ആരൊക്കെയാണ് ബസ്സിൽ കയറുക, എവിടുന്നൊക്കെയാണ് കയറുക എന്നുള്ളത് ഇവിടെ റിപ്പോർട്ട് കൊടുക്കണം. ഞങ്ങള് ഹൈലാശ്ശേരിക്ക് വരുന്നവരാണെങ്കിൽ ഹൈലാശ്ശേരി, തൂരിനാണെങ്കിൽ അങ്ങനെ, അല്ല പാണ്ടിക്കാട്ടിൽ നിന്നാണെങ്കിൽ അങ്ങനെ, അത് അവിടെ പേര് കൊടുത്തിട്ട് എത്ര ആളുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് നമ്മൾ ബസ് ഏൽപ്പിക്കുക. 30 ആളാണെങ്കിൽ 50 സീറ്റിൽ ബസ് ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് അതൊക്കെ മനസ്സിലാക്കി നേടിയെടുത്ത സൗഭാഗ്യം കാത്തു സൂക്ഷിച്ച് നല്ലവരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യാത്രയിൽ കരുതേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് വിട്ടതല്ലേ? കിട്ടിയില്ലേ? കിട്ടിയില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കിയാണ് ഗ്രൂപ്പിലും പെടുന്നുണ്ട് കേട്ടോ. സ്ത്രീകൾക്കും പെണ്ണുങ്ങളും ഉപയോഗിക്കേണ്ടതും ആണുങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി ഒരു ആശംസ എന്ന നിലക്ക് അബ്ദുള്ള ഫൈസി 2 വാക്ക് സംസാരിച്ച് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അള്ളാഹു നമ്മുടെ കൂടലും പിരിയലും ഒക്കെ അവന്റെ പൊരുത്തത്തിലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. യാത്രയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അവസരം കൂടിയാണ്. ഉസ്താദിന്റെ സംസാര ശേഷം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മറ്റു പരിശുദ്ധമായ പരിശുദ്ധമായ ലക്ഷ്യവെച്ചുകൊണ്ട് പുറപ്പെടാനായി നിൽക്കുന്ന പ്രിയപ്പെട്ട ഹാജിമാരെ കറ്റുന്നു. സുദീർഘമായ ആശംസാ പ്രസംഗത്തിന് പറ്റിയ അവസരമല്ല, കാര്യങ്ങളൊക്കെ വളരെ വ്യക്തവുമായി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പരിശുദ്ധ മക്കയിലെത്തി ഉംറ നിർവഹിച്ച് പരിശുദ്ധ മദീനയിലെത്തി സിയാറത്ത് നിർവഹിച്ച് ആത്മനിർവൃതിയോടുകൂടെ നാട്ടിലേക്ക് തിരിച്ചെത്തും വരെയുള്ള വളരെ കൃത്യവും വ്യക്തവുമായ ബഹുമാനപ്പെട്ട ക്ലാസ് അവതരിപ്പിച്ചു. അള്ളാഹു എല്ലാ അർത്ഥത്തിലും അബ്ബുലായ മർദിയായ സിയാറത്ത് നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന സമയത്ത് ദുആ ചെയ്യാനുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സൗഭാഗ്യം കൂടെ നമുക്കുണ്ട്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മുടെ സിയാറയും കഴിഞ്ഞാൽ നമുക്ക് ഏറെ സന്തോഷം വരുന്ന ഒന്നാണ്. നമുക്കറിയാം, റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെയൊക്കെ നാടുകളിൽ പള്ളികളും മദ്രസകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റുമൊക്കെ പ്രവാചക പ്രകീർത്തനങ്ങളാൽ പ്രകീർത്തനമാകുന്ന സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മദീനയിൽ വെച്ചുകൊണ്ട് തന്നെ മുത്തുനബിയുടെ റൗളയുടെ ചാരകൊണ്ട് തന്നെ ആ പ്രവാചകനെ പ്രകീർത്തിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അൽഹംദുലില്ലാഹ്, എത്ര നമ്മൾ അവരെ ശ്രമിച്ചാലും മതിയാവുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ രൂപത്തിലും ആവശ്യമായ നീക്കങ്ങളും ക്രിയാക്രമങ്ങളൊക്കെ നടത്തി പ്രായത്തോടുകൂടി പരിശുദ്ധമായ നിർവഹിക്കാൻ നൽകട്ടെ എന്ന് മാത്രം സമയം ചെയ്തുകൊണ്ട് അറിയാം, നമ്മുടെ യാത്രയുടെ ഓരോ ഘട്ടങ്ങളിൽ ആവശ്യമായ കൃത്യമായ നിർദ്ദേശങ്ങളും വ്യക്തമായ സന്ദേശങ്ങളും ബഹുമാനപ്പെട്ട ആദ്വാദികൾക്ക് നൽകിക്കൊണ്ടിരിക്കും. എല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത്. യാത്രക്ക് ഒരുങ്ങുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുക, ശുദ്ധീകരിക്കുക എന്നതാണ്. ശരീരത്തെ വൃത്തിയാക്കുന്നതിനപ്പുറം നമ്മുടെ വേഷങ്ങളും അതുപോലെ തന്നെ ഭൗതികമായ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ നല്ലതുപോലെ ആകുക എന്നതിനപ്പുറം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നതാണ്
എന്നാണ് നമ്മളൊക്കെ ലക്ഷ്യമാക്കുന്നതും ലക്ഷ്യമാക്കേണ്ടതും. ആ ഒരു അർത്ഥത്തിൽ അള്ളാഹു നമ്മുടെ കബൂലാക്കട്ടെ. ആമീൻ എന്ന് മാത്രം സമയത്ത് ദുആ ചെയ്തുകൊണ്ട് ഈ ക്ലാസ്സിൽ എല്ലാവിധ ആശംസകളും നൽകുവാൻ സാധിക്കുന്നു. എന്തെങ്കിലും ചോദിക്കാണ്ടോ? സംശയം? എടാ മോനോടെ അത് കട്ടാക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് 1 മണിക്ക് കോഴിക്കോടൊക്കെ